ചൈനീസ് അക്കുപങ്ചർ ചികിത്സാ രീതിയുടെ സഹായത്തോടുകൂടി വിവിധ ഇനം ലഹരികളോട് ആളുകൾക്ക് വിട പറയാൻ സാധിക്കും എന്നതിനെ കുറിച്ച് മുമ്പ് ഞാൻ ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഇത്തരം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടു പോവുകയും അതിനോട് വിട പറയാൻ വേണ്ടി വളരെ താല്പര്യമുണ്ടായിരിക്കുകയും എന്നാൽ ഇതിനോടുള്ള വിധേയത്വം കൊണ്ട് ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങ് എന്ന നിലയിലാണ് അക്കുപങ്ചർ ഉപയോഗപ്പെടുക. പഴയ കാലത്തെ ആണെങ്കിൽ വീട്ടിലെ മുറുക്ക്, ചുരുട്ടുവരി, മറ്റ് പലതരം സിഗരറ്റ്, ബീഡി ഇതുപോലുള്ള വസ്തുക്കൾ, മൂക്കിൽ പൊടി, വരി, ഇതിനൊക്കെ എതിരെ വളരെ വ്യാപകമായി അക്കുപങ്ചർ ഉപയോഗപ്പെട്ടു വന്നു. മദ്യപാനം, അതുപോലെ ഇപ്പോഴത്തെ കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള വിവിധ ഇനം കൃത്രിമ ലഹരി, രാസലഹരി വസ്തുക്കൾ, ഇവയുടെ വിധേയന്മാരായ ആളുകൾക്കും സ്വയം രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന പക്ഷം അക്കുപങ്ചറിന്റെ സഹായം തേടാൻ വേണ്ടി സാധിക്കും. അതായത് ലഹരിക്ക് അനുസൃതമായ വിധത്തിൽ സൂചികൾ ഉറപ്പിക്കുന്നു. അങ്ങനെ ഉറപ്പിച്ച് നിശ്ചിത സമയം അവിടെ കടത്തുന്നു. തുടർന്ന് ആ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ വലിയ അസ്വസ്ഥത അനുഭവപ്പെടുന്നു. മനം പുരട്ടലും, ഛർദിയും, തലവേദനയും, പലതരത്തിലുള്ള ശാരീരിക പ്രതികരണങ്ങൾ ഈ വ്യക്തിക്ക് അനുഭവപ്പെടുകയും അതിന്റെ ഫലമായി അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുക എന്നതാണ് ലഹരി ചികിത്സയുടെ സവിശേഷത. ഇതുകൂടാതെ ഇതിനോടുള്ള ശക്തമായ വിധേയത്വം കൊണ്ടുണ്ടാകുന്ന വിഡ്രോവൽ സിൻഡ്രോം, അഥവാ വിറയലും, പരിഭ്രമം, തലവേദനയും മറ്റ് പലതരത്തിലുള്ള മാനസിക പ്രക്രിയകളും ഒക്കെ ചേർന്നിട്ടുള്ള വിഡ്രോവൽ സിൻഡ്രത്തിനെ വളരെ വേഗത്തിൽ അക്കുപങ്ചറിന്റെ സഹായത്തോടുകൂടി പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ മദ്യപാനികളെ സംബന്ധിച്ചിടത്തോളം, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കൈവറിയിൽ നമ്മൾ പല ആളുകളും ശ്രദ്ധിച്ചു കാണും. ഇപ്പോൾ ടൈമിന് ആ സമയത്ത് അവർക്ക് മദ്യം കിട്ടിയില്ലെങ്കിൽ ശക്തമായി കൈവറക്കും. അപ്പൊ ഈ വിറയലിനെ വളരെ ഈസി ആയിട്ട് അക്കുപങ്ചർ ഉപയോഗിച്ചുകൊണ്ട് നിർത്തുവാൻ വേണ്ടി സാധിക്കും. ചില ആളുകൾ ഉടനെ ഓട്ടോറിക്ഷയെല്ലാം പിടിച്ച് ഓടി ഏതെങ്കിലും ബാറിലേക്ക് ചെന്ന് ഉടനെ ദേശം വീശി അവരെ നിർത്തുന്നു. അപ്പൊ ഇത് ആവശ്യം ഇല്ല. സൂചിയുടെ സഹായത്തോടെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതിനോട് വിട പറയാൻ വേണ്ടി സാധിക്കും. അതേ സമയത്ത് തന്നെ ഇത് ബലപ്രയോഗത്തിലൂടെ ആളെ പിടിച്ചു കെട്ടി ആ വ്യക്തിയുടെ താല്പര്യമില്ലാതെ കൊണ്ടുവന്നാൽ അത്ര വിജയകരമായി തീരണമെന്നും ഇല്ല. ഇപ്പൊ സ്വയം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വീകരിക്കാവുന്ന ഒരു ശക്തമായ കൈത്താങ് ആയിരിക്കും ചൈനീസ് അക്കുപങ്ചർ. ഇതിന്റെ സഹായത്തോടെ പുകവലി നിർത്തിയ ലോക പ്രശസ്ത വ്യക്തികൾ അനേകമാണ്. അതിൽ ഏറ്റവും പ്രമുഖൻ എന്ന് പറയുന്നത് ഫിഡൽ കാസ്ട്രോ ആണ്. 15 ദിവസത്തെ അക്കുപങ്ചർ ചികിത്സയിലൂടെയാണ് ഫിഡൽ കാസ്ട്രോ അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ ചുരുട്ടുവലി ശീലത്തോട് വിട പറഞ്ഞത്. താങ്ക് യു.